ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയുടെയും ആദർശിൻ്റെയും നടക്കാതെ പോയ ആ ഹണിമൂൺ യാത്രയും അതുപോലെ തന്നെ അവരുടെ ഫസ്റ്റ് നൈറ്റും ഇനി ദേവയാനി ഒരുക്കി കൊടുക്കണം കേട്ടോ. അത് ചെയ്യിപ്പിക്കുന്നത് ഈ പറയുന്ന അനാമികയെ കൊണ്ട് തന്നെ ദേവയാനി ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. കാരണം തൻ്റെ മനസ്സിൽ ഇല്ലാത്ത എരിപിരികൾ കയറ്റി തൻ്റെ മകനെയും മരുമകളെയും കൂടുതൽ വെറുപ്പിക്കാൻ ഒരു തരത്തിൽ കാരണക്കാരത്തി അനാമികയാണല്ലോ. അതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് തന്നെ മണിയറ ഒരുപ്പിക്കണം എന്ന ആ തീരുമാനം ദേവയാനി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവയാനി നയനയെ സ്നേഹിച്ചു തുടങ്ങുകയാണ്. നയനയാണ് തനിക്ക് ലിവർ തന്നതെന്ന് അറിയുമ്പോൾ താഴത്തും തലയിലും വെക്കാതെ ദേവയാനി ഒത്തിരി സ്നേഹിക്കുകയാണ് തൻ്റെ മകളായി. ആദ്യം അനാമികക്ക് ഒരുപാട് ശിക്ഷ, അനാമികക്കൊപ്പം ദേവയാനി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നയനയെ തള്ളിക്കളയുന്നത് പോലെ കാണിച്ചൊക്കെ തുടപ്പിച്ചും തൂത്തും പാത്രം കഴുകിച്ചും അങ്ങനെ ആ വീട്ടിലെ ഒരു വീട്ടുജോലിക്കാരിയാക്കി അനാമികയും അനാമികയുടെ അമ്മയെയും മാറ്റുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് പിന്നീട് തൻ്റെ മരുമകളാണ് തനിക്ക് ഏറ്റവും വലുതടി, നീ എന്താടി എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അനാമികയുടെ കാരണത്ത് നോക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നീ ഈ വീട്ടിൽ ഇത്രയും നാളും റാണിയായി താമസിച്ചെങ്കിൽ ഇനി നിനക്കിവിടെ സ്ഥാനം വേലക്കാരിയുടെ റോൾ തന്നെയാണ്. അതിൻ്റെ ജസ്റ്റ് ഒരു പരീക്ഷണമാണ് നിനക്ക് ഞാൻ ഇവിടെ തന്നത്. നീ എന്താ വിചാരിച്ചത്? നിൻ്റെ കയ്യിലുള്ള ഒരു പാവയാണ് ഞാനെന്ന് കരുതിയോ? നീ ചാവി കൊടുക്കുന്നതിന് പോലെ ഞാൻ കറങ്ങുമെന്ന് നീ കരുതിയോ? അത്ര വിവേകവും ബുദ്ധി ഇല്ലാത്തവരല്ലടി ഞാൻ. ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് തന്നെ ഞാൻ പലതിലും അകപ്പെട്ടിരുന്നു. പക്ഷേ ഈ ഒരു രോഗം എന്നെ ബോധ്യപ്പെടുത്തി തന്നു. നീ തന്നാണല്ലോ എനിക്ക് ഈ രോഗം. പക്ഷേ എൻ്റെ മരുമകൾ എന്തെന്ന് തിരിച്ചറിയാനുള്ള ആ ഭാഗ്യം നീയാണല്ലോ എനിക്ക് ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് എൻ്റെ മകൻ്റെയും മരുമകളുടെയും നടക്കാത്ത ആ ശാന്തി മുഹൂർത്തം അത് എനിക്ക് നടത്തണം. അവരുടെ ഫസ്റ്റ് നൈറ്റുള്ള റൂം അലങ്കരിക്കലേ നീ തന്നെ ചെയ്യണമെന്ന് പറയണേട്ടോ. ഇത് കേൾക്കുന്ന അനാമിക പറയണേ, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. അതെന്താ നിന്നെക്കൊണ്ട് പറ്റായിക എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊന്നും അവർക്ക് ഇങ്ങനെ ഫസ്റ്റ് നൈറ്റ് ഒരുക്കി കൊടുക്കാനോ അവരുടെ റൂമിൻ്റെ അലങ്കാരപ്പണികൾ ചെയ്യാനോ അവർക്ക് പാല് കൊടുക്കാനോ ഇതൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ, പാലിൽ വിഷം ചേർത്താൻ നിന്നെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ പാല് അവർക്ക് കൊടുക്കാനും നിന്നെ കൊണ്ട് കഴിയും. അതിലെന്തെങ്കിലും എൻ്റെ മക്കൾക്കെതിരെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദേവയാനി ആരാണെന്ന് നീ അറിയും. നയനയെ എന്തെല്ലാം ചെയ്തെങ്കിൽ അതിൻ്റെ ഡബിൾ ഇരട്ടി നിന്നെയും ചെയ്യാൻ എനിക്ക് കഴിയും. നീ എൻ്റെ അനിയെ പറ്റിച്ച് സ്വത്തും മുതലും എൻ്റെ കൈകളിൽ നിന്ന് സ്വർണവും എല്ലാം തട്ടിച്ചെടുത്ത് ഈ വീട്ടിലൊരു റാണിയെപ്പോലെ നീ താമസിക്കുന്നത് അത് നിന്നോടോ നിൻ്റെ കുടുംബത്തോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അനിയുടെയും ഈ അനന്തപുരിയുടെയും സമാധാനത്തിന് വേണ്ടി മാത്രമാണ്. ആ പേര് ദോഷം അങ്ങ് കളയട്ടെ എന്ന് കരുതി നിന്നെ ഇവിടുന്ന് തൂത്ത് വാരി കളയാനൊന്നും എനിക്ക് അത്ര പണിയൊന്നും ഇല്ലടി എന്നൊക്കെ പറയുമ്പോൾ, വലിയമ്മ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? ആ നയനെ വലിയമ്മയെ മാറ്റിയെടുത്തോ? നയനയല്ലടി മാറ്റിയെടുത്തത്, നീയാണ് എന്നെ മാറ്റിയെടുത്തത്. നിൻ്റെ സ്വഭാവത്തിൻ്റെ ദൂഷ്യം കൊണ്ട്, നീ ചെയ്യുന്ന ഓരോ വെട്ടിത്തരം കൊണ്ട് എനിക്ക് എൻ്റെ മകള് പത്തരം മാറ്റാണ്, എൻ്റെ മരുമകൾ പത്തരം മാറ്റാണെന്നുള്ള സത്യം മനസ്സിലാക്കാൻ നിന്നിലൂടെ എനിക്ക് കഴിഞ്ഞടി. നീ എന്താടി വിചാരിച്ചത്? ഇവിടെ ഞാൻ അസുഖം മാറി വന്നതിന് ശേഷം, എൻ്റെ മകൻ മലക്ക് പോയതിന് ശേഷം നിൻ്റെ അമ്മയും നീയും തമ്മിലുള്ള സംഭാഷണമൊന്നും ഞാൻ കേൾക്കില്ലെന്ന് കരുതിയോ? നീയും നിൻ്റെ അമ്മയും എന്നെ പൊട്ടിയാക്കണമെന്ന് ഞാൻ അറിയില്ലെന്ന് കരുതിയോ? എന്താ നീ എന്നെക്കുറിച്ച് കരുതിയത്? എൻ്റെ മരുമകൾക്ക് ഇന്ന് ഈ അവസ്ഥ എത്താൻ കാരണക്കാരി നീയും കൂടിയാണല്ലോ. അതൊരു കണക്കിന് നന്നായി. എൻ്റെയും അവളുടെയും ലിവർ മാറ്റി വെച്ചത് കൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ആ നന്മ എൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ആ തിന്മ എന്നിൽ നിന്ന് അങ്ങ് അറുത്തു മാറ്റി നന്മ അകത്ത് വെക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. അത് വലിയ ഭാഗ്യം. അതിന് എന്നോടൊരു നന്ദി പറയുന്നു. പക്ഷേ ഇന്ന് മുതൽ എൻ്റെ മകനും മരുമകൾക്കും ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണം വെച്ചുണ്ടാക്കിയില്ലെങ്കിൽ ഈ അനന്തപുരിയിൽ ഇനി നിനക്ക് സ്ഥാനമില്ല എന്ന് പറയണേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശി അവിടെ എത്താണ്. മുത്തശ്ശ, ഈ വല്യമ്മ പറയുന്നത് കേട്ടോ? എന്താ ഇത്രയും നാളെ നീ വല്യമ്മ പറയുന്നതെല്ലാം കേട്ടിരുന്നല്ലോ. ഇപ്പം എന്താ നീ പണി പറഞ്ഞപ്പോൾ നിനക്കൊരു വയ്യായിക? എന്നല്ല, അത് വേണ്ട. എൻ്റെ കൊച്ചുമകനെ കുപ്പിയിലാക്കിയും കൊണ്ട് അവന് ഒട്ടും ഇഷ്ടമില്ലെന്ന് കരുതിയിട്ടും നീ ഈ വീട്ടിൽ കയറിപ്പറ്റിയതും പോരാ, ഈ വീട്ടിലെ ഓരോരുത്തരും നീ അടിച്ചു വീഴ്ത്താൻ നോക്കിയ നിന്നെ വെറുതെ പെട്ടെന്ന് അങ്ങ് പടിയിറക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അതുകൊണ്ട് ഇവിടുത്തെ പണികളെല്ലാം ചെയ്ത് നീ ഇനി അനിയുടെ ജീവിതത്തിൽ വേണോ വേണ്ടേ ഞങ്ങളൊന്ന് തീരുമാനിക്കട്ടെ എന്ന് പറയണേട്ടോ. എന്നാൽ ഈ സമയം ഇതെല്ലാം കേട്ട് ആരുടെ മുന്നിലോട്ട് പോകുമ്പോഴും തനിക്ക് കൈയൊഴിയുന്ന സംസാരം. എന്തിന്? ജാനകി പോലും കൈയൊഴിഞ്ഞിരിക്കുന്നു. ജാനകി പറയണേ, എൻ്റെ മകൻ്റെ ചെക്ക് കട്ട് എന്നെ നീ ഒരു നോക്കുകുത്തിയാക്കി എന്നെ ഇട്ട് ഒരു കളിപ്പാവയെ പോലെ കുരങ്ങ് കളിപ്പിച്ച് എന്നോട്
എന്തെല്ലാം ക്രൂരതകൾ നീ ചെയ്യിപ്പിച്ചടി എന്നൊക്കെ പറഞ്ഞ് അനാമികയെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമിക എല്ലാവരും നിന്ന് ഒറ്റപ്പെടുമ്പോൾ അവിടെ രേവതി പറയണ, എടി മോളെ നീ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്ക്, അവർക്ക് നീ തൽക്കാലം അവരുടെ റൂമിലെ അലങ്കാരപ്പണികളും അവൾക്ക് ഫസ്റ്റ് നൈറ്റിനുള്ള എല്ലാ കാര്യങ്ങളും നീ ചെയ്തു കൊടുക്ക്, അല്ലാതെ നമുക്കൊരു നിവൃത്തിയില്ല. നിനക്കറിയാലോ വീട്ടിൽ നിന്ന് ഇന്നോ നാളെയോ ഇറങ്ങേണ്ട അവസ്ഥയാണ്. തൽക്കാലം ഈ അനന്തപുരിയിലെങ്കിലും 3 നേരത്തെ ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ അമ്മേ. എന്നാലും ഇവരുടെയൊക്കെ വേലപ്പണി ചെയ്യുക എന്ന് പറയുന്നത്, ഇവരുടെയൊക്കെ ഇച്ചിൽ പാത്രം കഴുകുക എന്ന് പറയുന്നത് അതൊക്കെ ഒന്നും നടക്കില്ല അമ്മേ. എന്താ നടക്കായിക മോളെ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടണമെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്നതിനേൽ നല്ലത് ഇവർ പറയുന്നത് അങ്ങ് ചെയ്താൽ മതി എന്ന് പറയണേട്ടാ. അങ്ങനെ ദേവതിയും ഈ പറയുന്ന അനാമികയും കൂടി മണിയറ ഇങ്ങനെ ഒരുക്കി കൊണ്ടിരിക്കുകയാണ്. നയനക്കും ആദർശിനും ഫസ്റ്റ് നൈറ്റിനുള്ള ആ അലങ്കാരപ്പണികൾ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ചെയ്തേക്കാം, നമുക്ക് കുറച്ച് നായക്കൊറണ പൊടി വിതറിയാലോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയണേ, നായക്കൊറണ പൊടി വിതറിയാലേ നീ അതിൽ പിന്നെ നീക്കലുണ്ടാവില്ല, നിന്നെ തന്നെ അവിടെ കെടുത്തുടി. എൻ്റെ മകനോ മരുമകൾക്കോ ഈ റൂമിൽ എന്തെങ്കിലും ഒരു ശല്യമുണ്ടായി നിന്നെയും നിൻ്റെ അമ്മയും പിന്നെ കാണുന്നത് സെൻട്രൽ ജയിലിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അങ്ങ് ഭീഷണിപ്പെടുത്താണ് കേട്ടോ. അങ്ങനെ കരഞ്ഞും കൊണ്ട് ഇവരുടെ ഫസ്റ്റ് നൈറ്റ് നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും അനാമികയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. പണി ചെയ്ത് ഒരുവിധം പറയുകയാണെങ്കിൽ നടു ഒടിഞ്ഞ് അടുക്കളയിൽ 3 നേരത്തെ ഭക്ഷണവും അത് കഴിഞ്ഞ് ഇവർക്ക് ഫസ്റ്റ് നൈറ്റിനുള്ള ആ റൂമിലെ അലങ്കാരപ്പണികളെല്ലാം ചെയ്ത് നയനക്ക് പാലും തിളപ്പിച്ചു കൊടുത്ത് അവളെ ഒരുക്കിക്കൊണ്ട് ആദർശിൻ്റെ മുന്നിൽ എത്തിക്കണമെന്നുള്ള ദേവയാനിയുടെ ആ ഉത്തരവിൽ ഒന്നും മിണ്ടാനാവാതെ അനാമിക അതെല്ലാം ചെയ്തു കൊടുക്കണം. അങ്ങനെ അനാമിക അതെല്ലാം ചെയ്തു കൊടുത്ത് നയനയെ ആദർശിൻ്റെ റൂമിലാക്കി കൊടുത്തങ്ങ് പോരുമ്പോൾ രേവതി പറയണ, ഹെടി മോളെ ഇന്നാലും ആ തള്ള നമുക്ക് 1.5 പണിയാണ് തന്നത്, ഇനി നീ എന്തെങ്കിലും ചെയ്ത് അനിയെ നിൻ്റെ വരുതിക്ക് വരുത്താൻ നോക്ക്. ഇനി നിനക്ക് ഈ വീട്ടിൽ അധികം സ്ഥാനമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. നിന്നോട് ഞാൻ അപ്പോഴും പറഞ്ഞതാണ് എന്തെങ്കിലും കാര്യമായി അടിച്ചു മാറ്റി എന്നേക്കുമായി ഇവിടെ നിന്നും ഇറങ്ങാന്ന്. പക്ഷെ നീ എൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുത്തില്ലല്ലോ. അമ്മ എൻ്റെ പിന്നാലെ ഇങ്ങനെ വാലിത്തൂങ്ങി നടന്നിരുന്നല്ലോ, എന്നിട്ട് അമ്മയെ കൊണ്ട് എന്തെങ്കിലും കഴിഞ്ഞോ, അമ്മയെ കൊണ്ട് എന്തെങ്കിലും എടുക്കാൻ കഴിഞ്ഞോ? അതുപോലെ തന്നെ എടി നിന്റെ ദുർവാശി കൊണ്ട് നിന്റെ എടുത്തുചാട്ടം കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ വന്നത്. നീ എടുത്തു ചാടിയില്ലായിരുന്നെങ്കിൽ ആ ദേവയാനിയെ നിനക്കൊന്ന് രക്ഷിക്കായിരുന്നെങ്കിൽ ഇന്ന് നിനക്കൊരു സ്ഥാനമുണ്ടായിരുന്നു. അവരെ രക്ഷിക്കാൻ നിന്നാൽ ഒരുപക്ഷെ ഞാനങ്ങ് മരിച്ചു പോയാൽ അമ്മക്ക് പിന്നെ പണം കിട്ടുമല്ലോ, അത്രയെല്ലാം അമ്മക്ക് വേണ്ടുള്ളൂ. എടി നീ എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഞാൻ അല്ലെങ്കിൽ തന്നെ കലിപ്പിലാണ്. അതിനിടയ്ക്ക് അമ്മയുടെ ഈ ചൊറിഞ്ഞ സംസാരം. ഇനി അതൊക്കെ പോട്ടെ, കഴിഞ്ഞതൊന്നും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ലല്ലോ. എൻ്റെ മോള് ഒരു പണി ചെയ്യും, എന്തായാണാവോ ഇനി ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ മോളെ തൽക്കാലം ഇപ്പോൾ ഈ പറയുന്ന ഇവർക്ക് ഫസ്റ്റ് നൈറ്റൊക്കെ ഒരുക്കിയില്ലേ, ഇനി നിൻ്റെ ഫസ്റ്റ് നൈറ്റ് ഒരുക്കാൻ നോക്ക്. അവനെ അമ്പിനും വില്ലിനും അടുക്കാത്ത സാധനത്തിൻ്റെ എടുത്തിട്ട് ഞാൻ എങ്ങനെ പോകാനാ? അവനാ മൊട്ടച്ചിയെ മനസ്സിൽ സ്നേഹിച്ച് നടക്കല്ലേ. അവർ തമ്മിലിപ്പോൾ പ്രണയമുണ്ടെന്ന് തോന്നുന്നു, അവരുടെ പ്രവൃത്തിയിൽ എനിക്കങ്ങനെ തോന്നുന്നു. അത് കേട്ട ഉടൻ തന്നെ എടി എന്തോ ആയിക്കോട്ടെ, ഹനി എന്ന് പറയുന്നവനെ എങ്ങനെയെങ്കിലും നീ വീഴ്ത്തി അവൻ്റെ ഒരു കുഞ്ഞിനെ നിൻ്റെ വയറ്റിലുണ്ടെങ്കിൽ ഈ അനന്തപുരി നിനക്ക് പിടിച്ചു നിൽക്കാം. അങ്ങനെയല്ലടി ഈ നവ്യ എന്ന് പറയുന്നവളും പിടിച്ചു നിന്നത്. അങ്ങനെ പിന്നീട് നിനക്കങ്ങ് സ്ഥാനം കിട്ടും. എനിക്കൊന്നും തോന്നുന്നില്ല. അവനെ ഏത് ലെവലിൽ കെടുത്തിയാലും അവന് അതിനൊന്നും വരുമെന്ന് തോന്നില്ല. അതൊക്കെ ഒരു പെണ്ണിൻ്റെ മെടുക്കാണ്, അതങ്ങ് ചെയ്യാൻ നോക്കിയെന്ന് പറയാനേട്ടോ. അങ്ങനെ ഇനി ഹനിയെ വീഴ്ത്തി തനിക്കൊരു കുഞ്ഞുണ്ടാക്കാമെന്ന് കരുതി അനാമിക അടുത്ത വഴിയിലോട്ട് നീങ്ങാനിട്ടോ എല്ലാവരും കൈയൊഴിയുമ്പോൾ